കന്നി വോട്ടർമാരെ സ്വീകരിക്കാൻ ജെൻസി പവർ ബൂത്തുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെൽഫി ഫ്രെയിമും മിഠായികളും അഭിനന്ദന കത്തും ഒക്കെയായി വൻ വരവേൽപ്പാണ് ജെൻസി പിള്ളേർക്കായി ഒരുക്കിയിരിക്കുന്നത്. വികസന തുടർച്ചയ്ക്കും മാറ്റത്തിനും ഒക്കെയായി വോട്ട് ചെയ്ത കുട്ടികളും ഹാപ്പിയാണ്. ഗോപാൽ ശീലാസനൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പല തരത്തിലേക്കുള്ള അടവുകളാണ് ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ രംഗത്തിറക്കിയിരിക്കുന്നത്. അതിലൊന്നാണിത് ഈ സാധനം, ജെൻസി വോട്ട്. അതായത് കന്നി വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ വോട്ട് ചെയ്യിപ്പിക്കുക എന്ന ദൌത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ജെൻസി വോട്ടർമാർക്ക് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു കൂട്ടം ജെൻസി വോട്ടർമാരും അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനുള്ള വേറെ ജെൻസികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഇതെന്താണ് സംഭവം എന്ന് ഇതിന് നേതൃത്വം നൽകുന്ന ഈ കുട്ടികളോട് തന്നെ ചോദിക്കും, എന്താണ് ഈ ജെൻസി വോട്ടർമാരെ ആകർഷിക്കാൻ നൽകിയിരിക്കുന്ന പരിപാടികൾ? ജസ്റ്റ് ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ട്, പിന്നെ കുറച്ച് സീറ്റ്സും. അതായത് നമ്മൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഈ സാധനം ഇതെന്ന് പറയുന്നത് ആദ്യത്തെ വോട്ട്, ഫസ്റ്റ് വോട്ട് ബിഗ് ചാൻസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്ലിപ്പാണ്. ഇതിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി അവർക്ക് കൊടുക്കും. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് കളക്ടറുടെ ഹാൻഡ് റിട്ടൺ ലെറ്റർ. അതായത് ഈ വോട്ട് ചെയ്ത കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ന്യൂവസ്റ്റ് വോട്ടർക്ക് വേണ്ടിയുള്ള ഒരു ഹാൻഡ് റിട്ടൺ ലെറ്റർ ആണ്. മൂന്നാമത്തെ സാധനം, ഇവിടെ ചെറിയൊരു ഉടായ്പുണ്ട്. ഇവിടെ ഹൽവ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇവിടെ തൽക്കാലം മിഠായി വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന കുറച്ച് പേരുണ്ട്. വോട്ട് ചെയ്തോ? ചെയ്തായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരുന്നു. എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ ഫസ്റ്റ് വോട്ട് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഒരുപാട് പ്രതീക്ഷയോട് കൂടെയാണ് ചെയ്യുന്നത് വോട്ട്. വോട്ട് വലിയ വിലയുള്ള സാധനമാണ്. അതെ, അതാ നമ്മൾ ചെയ്യാനിങ്ങ് വന്നത്. ഇത് വോട്ട് ചെയ്യാൻ പോകുന്നതാണ്. വോട്ട് ചെയ്തോ? ചെയ്തു. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഒറ്റ വരിയിലൊക്കെ തീർത്തു. എന്നാൽ എന്താണ് നമ്മൾ വോട്ട് ചെയ്യുമ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം എന്താണ്? എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും? എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ വോട്ട് ഒരു പ്രധാന ഘടകമാകുമെന്നൊക്കെ ആലോചിച്ചോ? ഇനിയും നല്ല വികസനങ്ങൾ വരിക, വികസന തുടർച്ചയ്ക്കായിട്ട് തന്നെയാണ് വോട്ടിട്ടത്. അപ്പോൾ നമ്മുടെ വോട്ട് വലിയൊരു മാറ്റം അല്ലെങ്കിൽ വലിയൊരു തീരുമാനമാകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഈ മിഠായിട്ട് നിൽക്കുന്ന ഇവരും കന്നി വോട്ടർമാരാട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കന്നി വോട്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ വിശദീകരിക്കൂ. എന്നുവെച്ചാ ഒരു വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വോട്ടും ചെയ്യുന്നത്. നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷന്റെ കൂടെ കൂടി പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ദൌത്യം കൂടെ നിങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ പോളിംഗ് ശതമാനം ശരിക്കും വർദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഉണ്ട്. ആൾക്കാരൊക്കെ വോട്ട് ചെയ്യണം. എല്ലാവരും വോട്ട് ചെയ്യണം. അത് ഓരോരുത്തരുടെ അവകാശമല്ലേ ഒരു വോട്ടെന്ന് പറയുന്നത്. വലിയ വിലയുള്ള സാധനം. അതെ അതെ. അപ്പോൾ അത്തരത്തിൽ വികസന തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ വലിയ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വരിക, ഇനിയും ജെൻസി വോട്ടർമാർ ആരെങ്കിലും വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ആളോടുണ്ട്. മറന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. സൂപ്പറായിരുന്നോ? എന്താ വോട്ട് ചെയ്തപ്പോ എന്താ മനസ്സിൽ വിചാരിച്ചത്? വോട്ട് ചെയ്തപ്പോൾ നാടിന് നല്ലത് വരണം, നല്ല വികസനം വരണം, അത്ര തന്നെ. അപ്പോ നമ്മുടെ ഈ ഒരു വോട്ട് കന്നി വോട്ടർമാരെ ഒരുപാട് പേര് എത്തിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കുന്നത്. 85% എത്തിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്ലാൻ. കാരണം ഒരുപാട് യുവാക്കൾ ഈ വോട്ടിംഗിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊക്കെ ഒരു വിലയിരുത്തലൊക്കെ ഉണ്ട്. അങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ? ശരിയല്ല. എല്ലാവരും വോട്ട് ചെയ്യണം. കൃത്യമായിട്ട് വോട്ട് ചെയ്യണം. എല്ലാവരും വോട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും വോട്ട് ചെയ്യണം. എല്ലാ വോട്ടിനും അതിന്റേതായ വിലയുണ്ട്. ഒരു വോട്ടായിരിക്കും ചിലപ്പോൾ പലയിടങ്ങളിലും ഗതി നിർണ്ണയിക്കുന്ന, ഭാവി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ആ വോട്ട് ചെയ്തതിന്റെ അഭിമാനവുമായിട്ട് കൂടിയാണ് ഇവർ ഇവിടെ നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ വന്ന് വോട്ട് ചെയ്യുക. കന്നി വോട്ടർമാർ പ്രത്യേകിച്ചും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വന്ന് വോട്ട് ചെയ്യുക. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.